നമസ്കാരം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണം കത്തിക്കയറുകയാണ്. ഇപ്പോഴിത് ആക്സിസ് ഇന്ത്യയിൽ അടക്കം പ്രവർത്തിച്ച MKT ഗ്രൂപ്പിന്റെ ഭാഗമായ സവ്യസാചിയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 26-ന് പുറത്തു വന്ന അപ്ഡേറ്റുകൾ പ്രകാരം NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ 28%, ശശി തരൂർ 35%, പ്രചരണ രംഗത്ത് ഉൾപ്പെടെ പുലർത്തിയ ആധിപത്യം. എന്നാൽ ഇപ്പോൾ ഇരുവരും തമ്മിലുള്ള വ്യത്യാസം വെറും 2% ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ തിരുവനന്തപുരത്ത് ഏറെ പിന്നോക്കമായിരുന്ന ഇടതു മുന്നണി വലിയ കുതിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ്. നിലവിൽ UDF 35%, NDA 33%, LDF 29%മാണ് നില രേഖപ്പെടുത്തിയിരിക്കുന്നത്. 26%മായി പിന്നാക്കം നിന്നിരുന്ന പന്ന്യൻ രവീന്ദ്രനാണ് ദ്രുതഗതിയിൽ പ്രചരണ രംഗത്ത് മുന്നോട്ടെത്തിയത്. ഗ്രാമപ്രദേശങ്ങളിലെ ശക്തമായ പ്രവർത്തനമാണ് BJP തുണച്ചിരിക്കുന്നത്. കോൺഗ്രസ് റിബൽ ഷൈൻ വോട്ട് ചോർത്തുമോ എന്നുള്ള പേടി കോൺഗ്രസിനുണ്ട്. എന്തായാലും 59,104 കന്നി വോട്ടർമാർ കൂടി ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെങ്ങോട്ട് ചായും എന്ന കാര്യം എല്ലാ പാർട്ടികളെയും കുഴയ്ക്കുന്നുമുണ്ട്. തൃശൂർ പോലെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് തന്നെ തിരുവനന്തപുരവും അവസാന ലാപ്പിൽ ഓടിയെടുക്കുന്ന കാഴ്ചയാണ് കേരളത്തിന് കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.